നമ്മുടെ ഈ നാടിൻ്റെ പ്രിയങ്കരനായ MP ശ്രീ ഹൈബി ഈഡൻ, രാജ്യസഭാ അംഗം ശ്രീ ഹാരിസ് പീരാൻ, പ്രിയങ്കരനായ ശ്രീ അബ്ദുൽ മുത്തലീബ്, ശ്രീ അഹമ്മദ് കബീർ മുൻ MLA, പ്രിയപ്പെട്ട നമ്മുടെ മുൻകാടൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മളൊരു വലിയ പോരാട്ടത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് വേണ്ടിയ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച പിണറായി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുക. നമുക്കറിയാം, ഈ നാടിൻ്റെ മുഴുവൻ എല്ലാ മേഖലകളെയും തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് പുതുയുഗ യാത്രയിലും ഈ സർക്കാരിനെതിരായ കുറ്റപത്രം ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തുക മാത്രമല്ല നമ്മൾ ചെയ്തത്, അവർ പരാജയപ്പെട്ട എല്ലാ രംഗങ്ങളിലും ഈ കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് UDF മുന്നോട്ട് വരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ ഭയങ്കരമായ പ്രചരണമാണ് CPM-ന്. ഇപ്പോൾ തുടങ്ങിയതല്ല, കഴിഞ്ഞ 6 മാസമായി കേരളം ഭരിച്ച എല്ലാ സർക്കാരുകളും വെച്ച് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ആദ്യത്തെ സർക്കാരാണിത്. ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചാണ് സംസ്ഥാനത്ത് മാധ്യമങ്ങളിലും പൊതുനിരത്തുകളിലുമെല്ലാം പ്രചരണം നടത്തിയത്. ഞാൻ പൊതുനിരത്തുകളിൽ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച ഹോർഡിങ്ങുകൾ ശ്രദ്ധിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം അതേ ഹോർഡിങ്ങുകളിൽ LDF-ൻ്റെ പ്രചരണ ഹോർഡിങ് കയറിയാണ്. അപ്പോൾ കാശ് നേരത്തെ സർക്കാരിൽ തന്നെ കൊടുത്തു കഴിഞ്ഞു. PRD കൊടുത്ത ഏജൻസി തന്നെയാണ് ഇപ്പോൾ CPM-ഉം LDF-ഉം നടത്തുന്ന പ്രചരണം കൊടുക്കുന്നത്. അതേ ഹോർഡിങ്ങാണ്, രണ്ടും കൂടി ഒരുമിച്ച് ബുക്ക് ചെയ്തിരിക്കുകയാണ്. സർക്കാരിന് ബുക്ക് ചെയ്തോ ഇത് തന്നെ, ഇത് ബുക്ക് ചെയ്തു. പക്ഷെ എഴുതി വച്ചിരിക്കുന്ന കണ്ടാൽ നമ്മൾ ഞെട്ടും. എന്താ ഞെട്ടുന്നത്? കഴിഞ്ഞ 10 വർഷമായി റേഷൻ മുടങ്ങിയിട്ടില്ല, അന്നം മുടക്കാത്ത സർക്കാർ. അതിൻ്റെ അർത്ഥം എന്താ? അതിന് മുമ്പിലുള്ള സർക്കാരുകളെല്ലാം റേഷൻ മുടക്കിയിട്ടുണ്ട്. ഏത് സർക്കാരാണ് റേഷൻ മുടക്കിയത്? എനിക്ക് പിണറായി വിജയനോടുള്ള ചോദ്യമാണ്. ഇവിടെ 50 വർഷങ്ങൾക്ക് മുൻപ്, അതിനു മുൻപ് റേഷനിങ് സമ്പ്രദായം കൊണ്ടുവന്നു. പൊതുവിതരണ സമ്പ്രദായം PDS ഈ രാജ്യത്തെ ഏറ്റവും ശക്തമായി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് വന്നതിന് ശേഷം അച്യുതമേനോൻ സർക്കാർ മുടക്കിയിട്ടുണ്ടോ റേഷൻ? കരുണാകരൻ സർക്കാർ മുടക്കിയിട്ടുണ്ടോ? ആന്റണി സർക്കാർ മുടക്കിയിട്ടുണ്ടോ? നായനാർ ഔദാര്യമാണോ? ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണോ റേഷൻ? അന്നം മുടക്കാത്ത സർക്കാർ. അന്നം നിങ്ങളുടെ ഔദാര്യമാണോ? എന്താണ് ആ പരസ്യത്തിലെ വാചകത്തിൻ്റെ പ്രസക്തി? 10 വർഷമായി റേഷൻ മുടക്കാത്ത സർക്കാർ. ഒരു സർക്കാരും കേരളത്തിൽ റേഷൻ മുടക്കിയിട്ടില്ല. ക്ഷാമകാലത്ത് പോലും മുടക്കിയിട്ടില്ല. അപ്പം ഇതാണ് പ്രചരണം. പിന്നെ പറയുകയാണ്, 1,10,000 കോടി രൂപ കിഫ്ബിയിലൂടെ ചെലവാക്കി. കിഫ്ബി ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ട്, ആണ് കിഫ്ബി ഇതുവരെ ചെലവഴിച്ചത്. പിന്നെ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ ജനങ്ങളോട് പച്ചക്കള്ളം പറയുന്നത്? ഞാൻ വെല്ലുവിളിക്കുന്നു, 38,600 ചില്ലാൻ കോടി. എന്നിട്ട് ജനങ്ങളോട് പറയുകയാണ് 1,10,000 കോടി ചെലവാക്കിയത്. ആ 38,600 ചില്ലാൻ കോടിയിൽ 30,000 കോടി എവിടെ നിന്നറിയാമോ? സംസ്ഥാനത്തെ ബഡ്ജറ്റിൽ നിന്ന്.
പിന്നെന്തിനാണോ കിഫ്ബി? സംസ്ഥാനത്തെ ബജറ്റിൽ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് PWDയോ ഇറിഗേഷനോ വേറെ ഏതോ ഡിപ്പാർട്ട്മെന്റോ ആ പണിയെടുക്കുമല്ലോ. പിന്നെ എന്തിനാണ് കിഫ്ബി ഉണ്ടാക്കിയത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. തട്ടിപ്പാണ്. ജനങ്ങളെ പറ്റിക്കാൻ പറയുകയാണ്. 1,10,10,000 കോടി ആകെ ചെലവഴിച്ചത് 38,600 കോടിയാണ്. ഇതേ തട്ടിപ്പാണ് മുഴുവൻ. ഇനി നിങ്ങൾ കേട്ടോ, മറ്റാരുണ്ട് വീട് നൽകാൻ? 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി. എത്ര കൊല്ലം കൊണ്ടാണോ പൂർത്തിയാക്കിയത്? 5 ലക്ഷം ആയിട്ടില്ല. 5 ലക്ഷം ആകാൻ പോകണേ ഉള്ളൂ, ആയിട്ടില്ല. എത്ര കൊല്ലം കൊണ്ടാ? 10 കൊല്ലം. മുമ്പൊരു സർക്കാർ ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിന് മുൻപുണ്ടായിരുന്ന 6 ഭവന നിർമ്മാണ പദ്ധതികൾ ഒരുമിച്ച് ചേർത്താണ് ലൈഫ് ഉണ്ടാക്കിയത്.